ഹായ്, നമസ്കാരം. ഒരു എമർജൻസി ഫണ്ട് എങ്ങനെ കണ്ടെത്താമെന്നും അത് എങ്ങനെ ചെലവഴിക്കണമെന്നും നമ്മളുടെ കുടുംബത്തിന്റെ നിലനിൽപ്പിന് അത് എത്രമാത്രം അത്യാവശ്യമാണെന്നും നമുക്ക് നോക്കാം. എന്താണ് എമർജൻസി ഫണ്ട്? നമ്മുടെ വരുമാനത്തിന്റെ ഒരു 5-6 മാസത്തെ ഒരു തുകയാണ് നമ്മളൊരു എമർജൻസി ഫണ്ടായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പെട്ടെന്നുണ്ടാകാവുന്ന സാമ്പത്തിക ചെലവുകൾ നമുക്ക് കൈകാര്യം ചെയ്യുന്നതിനായിട്ടാണ് ഈ ഒരു ഫണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്കറിയാം, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആശുപത്രി കേസുകൾ വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എമർജൻസി വാഹനത്തിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു, അല്ലെങ്കിൽ നമ്മുടെ വീടിനോടനുബന്ധിച്ച് എന്തെങ്കിലും വീട്ടിലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെലവുകൾ വന്നു, കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ചെലവുകൾ വന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്നാണ് വരും. ഇപ്പൊ നമുക്കറിയാം, എഡ്യൂക്കേഷന്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തലേ ദിവസം കുട്ടികൾ വരുന്ന സമയത്താകും പറയാ നാളെ ഇത്ര രൂപ ഇന്ന കാര്യങ്ങൾക്ക് കെട്ടിവെക്കണം എന്ന് പറയും, അല്ലെ? അതുപോലെ തന്നെ മൊബൈൽ ഒന്ന് കംപ്ലൈന്റ് ആയി, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് വരാറുണ്ട്. അപ്പൊ മൊബൈലിലേക്ക് ഒരു ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് 2000-3000 രൂപ ഉണ്ടാക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു സാധാരണക്കാരന്റെ കയ്യിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ എല്ലാ തരം വ്യക്തികളും അവനവന്റെ വരുമാനം എത്രയാണോ അതിന്റെ ഒരു 5-6 മാസത്തെ വരുമാനം അവനവന്റെ എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇനി ഇത് എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് നോക്കിയാൽ ഏറ്റവും നല്ലത് നമ്മുടെ SBI അക്കൗണ്ടിൽ ചെയ്യാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ATM കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി അത് പിൻവലിക്കാനോ ട്രാൻസാക്ഷൻ നടത്താനോ നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു എമർജൻസി വരുന്ന സമയത്ത് അത് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഈ എമർജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ അത് പല കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുമ്പോൾ ഏറ്റവും അടുത്ത മാസങ്ങളിൽ തന്നെ നമ്മൾ അത് വീണ്ടും പഴയ രീതിയിലേക്ക് നമ്മൾ ഫിൽ ചെയ്യണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1-2 മാസമൊക്കെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് പോകും. അത് കഴിയുമ്പോൾ അടുത്ത എമർജൻസി വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ ഫണ്ട് ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും നമ്മൾ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് അവിടെ 100-ൽ 100 തന്നെ നമ്മൾ വെക്കണം. ഇനി അത് നമ്മൾ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ നോക്കണം. നമ്മുടെ കയ്യിൽ വരുന്ന മറ്റ് ചെലവുകൾ, അനാവശ്യ ചെലവുകളെല്ലാം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ അനാവശ്യ ചെലവുകൾ നമ്മൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഈ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞ് ഒരിക്കലും നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആശുപത്രി കേസുകൾ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈ എമർജൻസി ഫണ്ടിന്റെ ഉപയോഗം ശരിയായിട്ടുള്ള രീതിയിൽ നടക്കുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് അതെങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കാം. മാത്രമല്ല, നമ്മൾ ആ ഫണ്ടിൽ വരുന്ന കാര്യങ്ങൾ അത് എത്രയാണോ അത് സമയാസമയങ്ങളിൽ നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഒപ്പം അനാവശ്യമായിട്ടുള്ള ചെലവുകളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗുണം 100% കിട്ടുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമ്മളെ എമർജൻസി ഫണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം. താങ്ക് യു.